ഞങ്ങളുടെ ലോകം നേരിടുന്ന ഈ വലിയ പ്രയാസങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ കൊണ്ട് കർത്താവിന്റെ പ്രയാസങ്ങളെ അതിനെ മുൻപോട്ട് സഞ്ചരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കഴിയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കും. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ രക്ഷിക്കാൻ പോലെ ഞങ്ങൾ പ്രാർത്ഥന അറിയിക്കുവാനാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. നിങ്ങളിൽ ആർക്കും തന്നെ എന്നെ പരിചയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് ജൂൺ ചെറിയാൻ കുന്തോട്ടിക്കൽ. ഞാൻ നെടുമപ്പള്ളി സ്വദേശിയാണ്. തിയോളജിക്കൽ വിദ്യാർത്ഥി കൂടിയാണ്. 1ാം വർഷ തിയോളജിക്കൽ വിദ്യാർത്ഥിയായിട്ട് കൽക്കട്ടയിലുള്ള സലാമൂർ കോളേജിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത്ര നല്ലൊരു പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ആയിരിക്കുന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെയൊരു അവസരത്തെ നൽകിയ ഈ ഇടവകയുടെ ഇടപെടലായിരിക്കുന്ന ജയിക്കപ്പെട്ട അച്ഛനോടും മറ്റെല്ലാ അംഗങ്ങളോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുക. വന്നപ്പോൾ തന്നെ നൽകിയ സ്നേഹത്തിനും മറ്റ് കരുതലുമായൊക്കെ ആദ്യം തന്നെ നന്ദി പറയും. ഇന്ന് ഐക്യ ഞായറായിട്ട് ആചരിക്കുന്ന ദിനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പല പ്രാർത്ഥനാ വിഭാഗമായിട്ട് കിടന്ന അനേകം മിഷൻസിനെ ഒരുമിച്ച് ചേർന്ന ഒരു സഭയാണ് നമ്മളുടെ CSI സഭ. അതുകൊണ്ട് സഹോദരി സഭകളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ചേർന്ന് ഐക്യം ഒക്കെ ചെയ്യുന്ന ദിനമാണ്. CSI, CNI, മർത്തോമ സഭകൾ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്ന പതിവാണ് ഇന്നത്തെ ദിവസം. നമ്മൾ പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മർത്തോമ CSI സഭാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആരാധന എടുക്കുകയും ദേവാലയം മാറി ആരാധന എടുക്കുന്നതിന്റെ അവസ്ഥകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ച സംഭവങ്ങളാണ്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കതിന് സാധ്യമല്ല. നമ്മൾ ഇന്ന് ആരാധന നടത്തുന്ന ഒരു പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണല്ലോ. എന്നാൽ ഈ ഐക്യത്തെയും വഴികാല നമ്മളുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള വലിയ ചുമതലയും പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഒരു ആഹ്വാനമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കും. നമ്മൾ 40 പേര് അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ ആളുകളൊക്കെ നമ്മൾ ഒരുമിച്ച് ചേർന്നായിരിക്കുന്നു. ഇവിടെ വരുവാൻ സാധിക്കാത്ത ആളുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർമ്മിക്കുവാൻ ശ്രമിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരായും വന്നവരായിട്ടുമൊക്കെയുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കടമയുണ്ട് എന്ന് ഈ ഞായറിന്റെ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം മൺപാത്രങ്ങളിലെ നിക്ഷേപം എന്നാണ്. പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മീകാ പ്രവാചകന്റെ പുസ്തകം 6ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും സങ്കീർത്തനം 106ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും കൊരിന്ത്യർക്ക് എഴുതിയ 2ാം ലേഖനം 4ാം അധ്യായം അതിന്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4ാം അധ്യായം അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും ഒക്കെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയുന്നതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നുള്ളത്. വളരെ വ്യക്തമായി മൺപാത്രത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ആർക്കാണ് ഈ ലേഖനം എഴുതിയത്, ആരാണ് എഴുതിയത് എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്നത്. എന്തിനാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പുരാതന ഗ്രീസിലെ ഏറ്റവും പ്രാധാന്യമേറിയ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു കൊരിന്ത് പട്ടണം. വേദപുസ്തകം ഒന്നടങ്കമൊന്ന് പഠിച്ചു നോക്കിയാൽ കൊരിന്ത് ദേശത്തെ കുറിച്ച് 3 പ്രത്യേകതകൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും.
ഒന്ന്, ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ മറ്റു പല ദേശത്തു നിന്നും എത്തുന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം. പല സംസ്കാരത്തിലും പല ഭാഷയിലും പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് കച്ചവടം നടത്തുന്ന ഒരു ലാർജ് മാർക്കറ്റായി ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, കൊരിന്ത് പട്ടണം ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ്. എല്ലാ സുഖങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കൊരിന്ത് പട്ടണം. മൂന്നാമത്, ഗ്രീക്കിലെ ദേവന്മാരുടെയും ദേവതമാരുടെയും ഒക്കെ അനേക ദേവാലയങ്ങൾ ചേരുന്ന സ്ഥലമായിരുന്നു കൊരിന്ത് പട്ടണം. അനേക ദേവന്മാരും ദേവികളും ഒക്കെ ഉള്ള ഒരു സംസ്കാരമാണ് ഗ്രീക്ക് സംസ്കാരം. അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ദേവാലയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും, കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത് ഏറ്റവും അശുദ്ധി നിറഞ്ഞ ഒരു പട്ടണമാണ്. ദുർനടപ്പ്, വിഗ്രഹാരാധന, അതുപോലെ തന്നെ അനാശാസ്യം, അതുപോലുള്ള എല്ലാ ദുഷ്ടതകളും നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു കൊരിന്ത് പട്ടണം. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ വിത്ത് ആ സ്ഥലങ്ങളിൽ പാകുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയുവാൻ സാധിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെ ഏറ്റുപറഞ്ഞ അനേക ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലം കൂടായിരുന്നു ഈ കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. ആദ്യ സമയങ്ങളൊക്കെ നല്ല രീതിയിൽ കർത്താവായ യേശുക്രിസ്തു എന്ന ആ വലിയ രക്ഷിതാവിന്റെ കാഴ്ചപ്പാടിൽ മാത്രം മുൻപോട്ട് പോയിരുന്ന സഭയ്ക്ക് എവിടെയോ പിഴവ് സംഭവിക്കുന്നതായിട്ട് പിന്നീട് പൗലോസ് അപ്പോസ്തലന് കാണുവാൻ സാധിച്ചു. അങ്ങനെ ആയിരിക്കുന്ന ഈ സമയത്താണ് രണ്ട് ലേഖനങ്ങൾ രണ്ട് സമയത്തായിട്ട് ഈ കൊരിന്ത് പട്ടണത്തിലുള്ള സഭയ്ക്ക് വേണ്ടി എഴുതുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. രണ്ട് ലേഖനങ്ങളിലും എങ്ങനെയാണ് സഭ മുൻപോട്ട് പോകേണ്ടതെന്നും എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും ഒക്കെയാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ മൺപാത്രത്തിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ കാലഘട്ടത്തിലെ ഭാഷാശൈലിയും വസ്തുക്കളും സംഭവങ്ങളും ഒക്കെ ആ എഴുത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകമായി ആ 4-ാം അധ്യായം എന്താണ് മൺപാത്രത്തിന്റെ പ്രത്യേകത എന്നുകൂടെ മനസ്സിലാക്കിയ ശേഷം മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മളെ കാണിച്ചു നൽകുന്നുണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് ഇവ പുസ്തകത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും കാണിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, മൺപാത്രത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഏറ്റവും മൂല്യമേറിയ വസ്തുക്കൾ നിക്ഷേപിക്കുവാനുള്ളതാണ് മൺപാത്രം എന്ന് പറയുന്നത്. രണ്ടാമത്, രാജാക്കന്മാർ നിധികളും തങ്ങളുടെ ഏറ്റവും വിശിഷ്ട സാധനങ്ങളും ഇട്ടുവയ്ക്കുന്ന ഒന്നാണ് മൺപാത്രം എന്ന് പറയുന്നത്. ഒരു രാജകീയമായ ഒരു പ്രൗഢി ലഭിച്ചിരിക്കുന്ന ഒന്നാണ് മൺപാത്രം. മൂല്യമേറിയ വസ്തു സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ രാജകീയ മൂല്യമുള്ളതാണ് മൺപാത്രം. മൂന്നാമത്, അത് ചരിത്രവുമായി കുറച്ച് ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ ബൈബിൾ കൃതികൾ, സങ്കീർത്തനം അടക്കമുള്ള ബൈബിൾ കൃതികൾ ലഭിച്ചത് മൺപാത്രത്തിൽ നിന്നാണ്. ഈ 3 പ്രത്യേകതകളും നാം പറയുമ്പോൾ മൺപാത്രത്തിന്റെയും അതുപോലെ തന്നെ ഈ കൊരിന്ത് സഭയുമായിട്ടുള്ള ഒരു ബന്ധത്തെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും മൂല്യമേറിയ, നിങ്ങൾക്ക് ഏറ്റവും മൂല്യമേറിയത് എന്ന് തോന്നുന്ന എന്ത് വസ്തുവുണ്ടോ ആ വസ്തു ഏറെക്കാലം സൂക്ഷിക്കേണ്ടതിനാണ് ഈ മൺപാത്രത്തിൽ നിക്ഷേപിക്കേണ്ടത് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഓരോരുത്തരോടും സംവാദിക്കുന്നു. അതുകൊണ്ട് 3 കാര്യങ്ങളെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ഇന്നത്തെ ഈ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്, നിങ്ങൾ
നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മളുടെ ആത്മീയ ജീവിതത്തിന് പ്രശ്നം വരാതിരിക്കണമെങ്കിൽ നമ്മളെ നടത്തിയ വഴികളെ ഓർക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ദൈവിക കൃപകളെ അനുഭവിക്കുവാൻ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ വലിയ ഭാഗ്യവും ഒക്കെ ലഭിച്ചവരാണ്. എന്നാൽ ആ സാക്ഷ്യ ജീവിതത്തെ അനുസരിച്ചാണ് നമ്മളുടെ ജീവിതം എന്ന് ഒന്ന് ചിന്തിക്കുവാൻ മാത്രമാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ രോഗത്തിന്റെ വലിയ എഴുതിയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് നമ്മളെ വഴി നടത്തി. മക്കളുടെ പഠനത്തിനും നമ്മളുടെ സാമ്പത്തിക ആവശ്യത്തിനു വേണ്ടിയൊക്കെ മുട്ടുമേൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ മക്കളാണ് നാം ഓരോരുത്തരും. അല്ലെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മൾക്ക് ലഭിച്ചപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്കും നമ്മളുടെ ജീവിത സ്ഥിതിക്കും മാറ്റം സംഭവിച്ചപ്പോൾ നമ്മളുടെ സാക്ഷി ജീവിതം പിന്നീട് എങ്ങനെയുള്ളതാണ് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത്. ശരിയായ സാക്ഷി ജീവിതത്തിലൂടെയാണോ നാം സഞ്ചരിച്ചത് എന്ന്, ശരിയായ സാക്ഷി ജീവിതത്തിലൂടെയാണോ നമ്മളുടെ ജീവിത പ്രയാണത്തിൽ നമ്മൾ പോയത് എന്ന് ചിന്തിക്കുവാനാണ് കൊരിന്ത്യർ സഭയോട് പൗലോസ് പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും നിങ്ങളുടെ സാക്ഷി ജീവിതത്തെയും ഇന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പേറുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ദൈവജനമേ, നമ്മളുടെ കണ്ണുനീരിന് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരുന്നിട്ടില്ല. എന്നാൽ ഉത്തരം ലഭിച്ചപ്പോൾ തിരിഞ്ഞു നടക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരുമെന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നിങ്ങളുടെ നിക്ഷേപം മൺപാത്രത്തിലായിരിക്കണം അല്ലെങ്കിൽ ആക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഏഴാം വാക്യത്തിന്റെ തുടക്കം പറയുന്നുണ്ട്, എങ്കിലും ഈ ആത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വളരെ വ്യക്തതയോടെ നമ്മളോട് പറയും. നമ്മൾക്ക് ലഭിച്ചത് എന്താണെങ്കിലും അത് കർത്താവിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, ദൈവത്തിന്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് കർത്താവിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കിന് സാധ്യമാകുന്നത് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തതയോടെ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കും. ഇങ്ങനെ പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുമ്പോൾ തന്റെ സ്വന്തം സാക്ഷി ജീവിതം കൂടെയാണ് കൊരിന്ത്യർ സഭയോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദമസ്കോസിൽ വെച്ച് ഉണ്ടായ പൗലോസിന്റെ ജീവിതാനുഭവം അവിടെ പറയാതെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളെല്ലാവരും വളരെ വ്യക്തമായി അറിയാവുന്ന ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 9-ാം അധ്യായം, അല്ലേ? പൗലോസിന്റെ മാനസാന്തരം. അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയും, അവൻ കാഴ്ച നഷ്ടപ്പെട്ട് അവിടെ വീണുപോയി എന്ന് നമ്മളെല്ലാവരും പറയും. എന്നാൽ ഞാൻ അതിനെ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ടല്ല അവൻ അവിടെ വീണുപോയത്, അവന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൻ അവിടെ വീണുപോയത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ മനസ്സിലാക്കുകയാണ്, ഇതുവരെ താൻ സഞ്ചരിച്ച വഴിയും താൻ കണ്ട കാഴ്ചപ്പാടുകളുമൊക്കെ തെറ്റാണ് എന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ സ്വന്തം ശക്തിയിൽ പോലും ആശ്രയിക്കുവാൻ സാധിക്കാതെ അവൻ വീണുപോയി എന്നാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ വളരെ വ്യക്തതയോടെ നമ്മളെ ഓരോരുത്തരെയും കാണിച്ചു നൽകുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മളുടെ കാഴ്ചപ്പാടുകൾ ശരിയല്ല എങ്കിൽ, നമ്മളുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുമെന്നതിന് രണ്ട് പക്ഷമുണ്ട്. അതുകൊണ്ട് ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കർത്താവിലേക്ക് മടങ്ങിപ്പോകണം. ബാക്ക് ടു ജീസസ്. നിങ്ങൾ കർത്താവിലേക്ക് മടങ്ങിപ്പോയെങ്കിൽ മാത്രമേ ശരിയായ കാഴ്ചയും കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ. കാഴ്ചപ്പാടാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, പുതു കാഴ്ചയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, നമ്മളുടെ ഹൃദയത്തെ മൺപാത്രത്തിൽ നിക്ഷേപിക്കുന്നത് പോലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നൽകിയെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങളെ നമ്മൾക്ക് ശരിയായ രീതിയിൽ ചെയ്യുവാൻ
ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന ഏവരും പുതുകാഴ്ചയായി പുതുകാഴ്ചപ്പാടോടെ തിരികെ പോകണം എന്നാണ്. ഭവനത്തിൽ ഇരുന്ന് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് നൽകി നിങ്ങൾ തിരികെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പുതുകാഴ്ചപ്പാടോടെ എഴുന്നേൽക്കുന്നവരായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. അതിന് ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് തിരികെ പോവുക എന്നതാണ്. മൺപാത്രങ്ങളിൽ നിക്ഷേപിച്ചത് നിങ്ങളുടെ ഏറ്റവും മൂല്യമേറിയതാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മൺപാത്രത്തിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു മൂല്യമേറിയ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം മാത്രമാണ്. കാരണം നമ്മുടെ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം. നിങ്ങൾക്ക് പുതുകാഴ്ചപ്പാട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് തിരികെ പോകും. മൂന്നാമത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നിങ്ങളുടെ നിക്ഷേപങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കും. യൂസ് യുവർ ട്രഷർ. ലഭിച്ചിരിക്കുന്ന കൃപകളെ വ്യാപാരം ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തിന്റെ വലിയ കൃപാവരങ്ങൾ ലഭിച്ചവർ. ചിലർക്ക് വിശ്വാസമാകുന്ന വലിയ കൃപാവരം ലഭിച്ചവർ, സാക്ഷ്യമാകുന്ന കൃപാവരം ലഭിച്ചവർ, അധ്വാനിക്കുവാനുള്ള ആരോഗ്യം ലഭിച്ച മാത്രമേ ദൈവിക കൃപകളെ കൂടുതലായി അനുഭവിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകും. നമ്മളുടെ സ്വന്തക്കാരുടെ നമ്മളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ നമ്മൾക്ക് ഇത്രത്തോളം സഞ്ചരിക്കുവാൻ നമുക്ക് സാധ്യമാകും. എന്നാൽ മുൻപോട്ടുള്ള നമ്മളുടെ സഞ്ചാരം സുഗമമാകണമെങ്കിൽ, നമ്മളുടെ തലമുറകളുടെ സഞ്ചാരം സുഗമമാകണമെങ്കിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന നിക്ഷേപത്തെ ശരിയായ രീതിയിൽ വ്യാപാരം ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിന് സാധ്യമാകുള്ളൂ. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തെ തലമുറകൾക്ക് നൽകി നമ്മൾ വ്യാപാരം ചെയ്യും. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സാക്ഷി ജീവിതത്തെ നമ്മൾ തലമുറകൾക്ക് നൽകി നമ്മൾ വ്യാപാരം ചെയ്യും. നമ്മൾ അധ്വാനിക്കുമ്പോൾ അതിൽ കാണിക്കുന്ന വിശ്വസ്തത നമ്മളുടെ തലമുറകൾക്ക് നൽകി നമ്മൾ അത് വ്യാപാരം ചെയ്യും. നമ്മൾ നമ്മുടെ നിക്ഷേപത്തെ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു വലിയ അവസരത്തെ നമുക്ക് ലഭിക്കുമ്പോൾ, മൺപാത്രത്തിലാണോ അതോ മറ്റെവിടെയെങ്കിലുമാണോ നമ്മൾ അത് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ് നമ്മളുടെ മുന്നിൽ നമുക്ക് സഞ്ചാരമായി. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ നിക്ഷേപത്തെ, നിങ്ങളുടെ മൂല്യമേറിയ നിക്ഷേപത്തെ നിങ്ങൾ മൺപാത്രത്തിൽ നിക്ഷേപിക്കും. അത് നാളെ നശിച്ചു പോകുവാനല്ല, ഇന്ന് നശിച്ചു പോകുവാനല്ല, അത് ഏറ്റവും കൂടുതലായി, ഏറ്റവും വളരെ കൂടുതൽ വർഷക്കാലം അതിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മളുടെ വിശ്വാസത്തെ, നമ്മളുടെ അധ്വാനത്തെ, നമ്മളുടെ സാക്ഷ്യത്തെ നിങ്ങൾ നിങ്ങളുടെ തലമുറകളിൽ നിക്ഷേപിച്ചുവെങ്കിൽ മാത്രമേ അവ നശിച്ചു പോകാതെ ഏറെ കാലം നിലനിൽക്കുകയുള്ളൂ. നാം ഇന്ന് ഈ ദേവാലയത്തിന്റെ സംരക്ഷണയിലായിരിക്കുമ്പോൾ നാളെ നമ്മുടെ തലമുറകളും നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം. എന്റെ ദൈവമേ, ഞാൻ നിക്ഷേപിക്കുന്ന എന്റെ വിശ്വാസം, ഞാൻ നിക്ഷേപിക്കുന്ന എന്റെ നിക്ഷേപം ഈ മൺകുടത്തിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കണമേ. 3 കാര്യങ്ങളെ ഒരിക്കൽ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ നിക്ഷേപത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കും. കർത്താവിലേക്ക് മടങ്ങിപ്പോകും. നിങ്ങളുടെ നിക്ഷേപത്തെ ശരിയായ രീതിയിൽ വിനിയോഗിക്കും. ഈ വാക്കുകളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തുവാനാണ്.